ഗ്രാമപഞ്ചായത്ത് കാര്യാലയം എന്ന ഒരു പൊതുസ്ഥാപനത്തെയും അതിലെ വനിതാ അംഗങ്ങൾക്കെതിരെയും അവരുടെ വ്യക്തിജീവിതത്തിലും പൊതുരംഗത്തും മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ UDF പൊതുയോഗത്തിൽ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പ്രസംഗിച്ചു എന്ന് ആരോപിച്ച് പ്രസംഗത്തിലെ അധിക്ഷേപത്തിനെതിരായി ഭരണസമിതി യോഗത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് VC ഉണ്ണികൃഷ്ണൻ പ്രമേയം അവതരിപ്പിക്കുകയും യോഗം അത് പാസാക്കുകയും ചെയ്തെന്നും പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതിക്ക് വേണ്ടി മഠത്തിൽ ലത്തീഫും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ചേർന്ന് ഇന്ന് പോലീസിൽ പരാതി നൽകിയെന്നുമാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ പത്രസമ്മേളനം വിളിച്ച് വിശദീകരിച്ചത്. പ്രസിഡന്റ് VS പൊന്നമ്മ ടീച്ചർ, വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK ഉമ്മർ, ഷീന ജിൽസ്, മെമ്പർമാരായ VC ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിങ്ങൾക്കറിയാം, നിങ്ങളും ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ഇവിടെ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായി. പലരും സംസാരിച്ചു. കാരണം മാർച്ചുകളും പ്രതിഷേധ മാർച്ചുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്വാഭാവികമാണ്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഇത് ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇത് സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു സമൂഹത്തെ അടിച്ചാക്ഷേപിക്കാറുണ്ട്. ഭരണസമിതി ആയാലും പ്രതിപക്ഷമായാലും നമ്മൾ ആരോപണങ്ങൾ ധാരാളം ഉന്നയിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് തന്നെ ഒരു മാനസികമായ വിഷമമുണ്ടായ ഒരു പരാമർശമാണ് കുസ്നമോ എന്താണ് അതിന്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ല. ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പോഴാണ് അതൊരു പാട്ട് ഉമ്മർ തന്നെയാണ് പാടി തന്നത്. ഇതിങ്ങനെയാണ്, ഇതിന്റെ കഥ ഇതാണ് എന്ന് പറഞ്ഞത്. ശരിക്കും മനസ്സിലാക്കിയപ്പോൾ ഈ സ്ത്രീത്വത്തെ തന്നെ അവഹേളിക്കുന്ന രീതിയല്ലേ ആ ഒരു പാട്ടെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മളിവിടെ 13 മെമ്പർമാരുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൽ 13 വനിതാ മെമ്പർമാർ, പഞ്ചായത്തിലും വനിതാ ജീവനക്കാരുണ്ട്. ഞായറാഴ്ച ആയാലും സെക്രട്ടറി ആയാലും നമ്മുടെ പഞ്ചായത്ത് പണ്ട് കാലങ്ങളിൽ തൊട്ട് ഇപ്പോഴും വർക്കിൻ്റെയാണ്. കാരണം ഇവിടുത്തെ പഞ്ചായത്ത് പണ്ട് തൊട്ടേ ഈ ഭരണസമിതി വരുന്നതിന് മുമ്പ് തൊട്ടേ ഇവിടുത്തെ ഓഫീസ് ജീവനക്കാർ കഠിനാധ്വാനികളാണ്. ഒരു നല്ലവണ്ണം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഭരണസമിതി മുൻ ഭരണസമിതിയിലായിരുന്നു ഈ സമയത്ത് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ചകളിലും എയുടെ ഓഫീസാണ് 11:30 12 മണിക്ക് വരെയാണ് അത് അടയ്ക്കുന്നത്. കാരണം അന്നുള്ള വർക്കുകൾ തീർന്നില്ലെങ്കിൽ കരുവാരക്കുണ്ടിനെ പോലെയുള്ള ഒരു വലിയ പഞ്ചായത്തിൽ മാത്രം എക്സ്പെൻഡിച്ചർ ആകുന്നത്. അത് ഇവിടുത്തെ ഒരു എന്ന് പറയുന്ന വനിതയാണ്, പ്രസിഡന്റ് വനിതയാണ്, സെക്രട്ടറി വനിതയാണ്, ഓഫീസിലെ ഭൂരിഭാഗം ആൾക്കാരും വനിതകളാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് പഞ്ചായത്തിലെ പല ആവശ്യങ്ങൾക്കും വരുന്നതും വനിതകൾ തന്നെയാണ്. വനിതകൾ അടുക്കളയിൽ ഒതുങ്ങിക്കൂടാതെ പൊതുജനമധ്യത്തിൽ ഇറങ്ങി തുടങ്ങിയ ഒരു കാലഘട്ടമാണ് കുറച്ച് നാളായി. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊരു പഞ്ചായത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു പ്രസ്താവന വന്നിട്ട് അത് അവരെ കൂടെ ബാധിക്കില്ലേ? എന്നെ ബാധിക്കും, ഇവിടെയുള്ള ജനങ്ങളെ ബാധിക്കും. ശരിയായ ഒരു പ്രസ്താവന ആയിരുന്നില്ല. സ്ത്രീത്വത്തെ ഒന്നടച്ച് ആക്ഷേപിച്ച ആ പ്രസ്താവന കാരണമാണ് ഞാൻ ഇന്ന് വന്നത്. തീർച്ചയായിട്ടും ഒരു വനിതാ മെമ്പർ എന്ന നിലയിൽ ഞാൻ അതിന്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്ന ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വളരെ മോശമായ മ്ലേച്ഛമായ ചില പരാമർശങ്ങൾക്ക് വിധേയമാകുന്നത്. അതിനെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 25-ാം തീയതി UDFന്റെ ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെ നമ്മുടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന് മുന്നിലുണ്ടായിരുന്നു. അതിനകത്ത് പ്രസംഗിച്ച നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉണ്ണിക്കുട്ടി സൂചിപ്പിച്ച ചില പരാമർശങ്ങളാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിന് ആധാരം. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇന്നൊരു വനിതാ പ്രസിഡന്റാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നേ ആയിഷാത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീവനക്കാർ, മെമ്പർമാരാണെങ്കിൽ 13 പേര് വനിതാ മെമ്പർമാർ ഉൾപ്പെടെ, ജീവനക്കാരിൽ ഭൂരിഭാഗം വനിതാ മെമ്പർമാർ. ഇവിടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ അനേകം നൂറുകണക്കിന് ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം ഇതിനെതിരെ വളരെ മോശം രീതിയിലുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ ഇന്ന് നമ്മുടെ ഭരണസമിതി കൂടി ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ പഞ്ചായത്തിനെയും
നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നമ്മുടെ ലോക്കൽ ബോഡി എന്ന രൂപത്തിൽ ഇതിനകത്ത് ഈ 19,000 വരുന്ന ജനവിഭാഗങ്ങൾ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനം എന്ന രൂപത്തിൽ ഇതിനെതിരെ വളരെ മോശമായ പരാമർശം നടത്തിയ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം, നമ്മുടെ 21 മെമ്പർമാരിനകത്ത് 13 വനിതാ മെമ്പർമാരും അതിനകത്ത് അവരെ രാഷ്ട്രീയപരമായ ചില അഭിപ്രായങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളോട് സംസാരിച്ചത് ഇത്തരം ഒരു പരാമർശത്തിനെതിരെ ഉള്ള ശക്തമായ അഭിപ്രായം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളും ഇത് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ 5 വർഷം 4.5 വർഷക്കാലമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്കെതിരെ യാതൊന്നും പറയാനില്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഇപ്പൊ തൊട്ടടുത്ത ദിവസങ്ങൾ വരെ ഒരു തരത്തിലുള്ള ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയാതെ പഞ്ചായത്ത് ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ച് നടക്കുന്ന ആളുകളാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് എന്നുള്ള രൂപത്തിൽ സംഘടിപ്പിക്കുകയും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇതിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊണ്ടിട്ടുള്ളത്. അത് വാർത്താസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങൾ ഒരു കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന, പഞ്ചായത്ത് സംവിധാനത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രസ്താവന നടത്തിയ അദ്ദേഹം പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞ് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവര് ഇറങ്ങി പോവാന്ന് പറഞ്ഞു. അതിനുശേഷം കുറിപ്പ് കൊടുത്തു. പക്ഷെ ഒരു കാര്യം അവര് പിന്നെ നിർദ്ദേശം പാലിച്ചേ പറ്റൂ, ഇറങ്ങി പോവാന്നുള്ളതാണ്. അവർക്ക് അതിനോട് യോജിപ്പൊന്നും അല്ല, അവര് ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയ താല്പര്യപ്രകാരം ആണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ മതി. ഭാവിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടോ? പോലീസ് നിയമ നടപടികൾ ഇത് കഴിഞ്ഞു ഉടനെ തന്നെ സ്റ്റേഷനിൽ പോയി ഞാനാണ് പരാതി കൊടുത്തു. എല്ലാ രീതിയിലുള്ള പോരാട്ടങ്ങളും ഇതിൽ നടത്തുന്നതാണ്. കാരണം ഇതൊരു ഒരു പൊതു സംവിധാനത്തെയാണ് മോശപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ ഏതൊരു വ്യക്തിയെ അല്ല, നമ്മുടെ എത്രയോ നിരവധി രാഷ്ട്രീയപരമായ ആരോപണങ്ങളൊക്കെ തന്നെ പഞ്ചായത്തിനെതിരെ വരാറുണ്ട്. അത് പലതരത്തിലാകും. പക്ഷെ ഇത്തരം ആരോപണങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമാണ്. അത് ബോധപൂർവം വ്യക്തിയാണ്. എന്താ കാര്യമുള്ളത്? ആ ഒരു എത്ര മേച്ചമായിട്ട് അദ്ദേഹം അവിടെ എന്താ റുഷ്ദമോ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പാട്ട്, അത് എനിക്ക് തോന്നുന്നത് UDF ഭൂരിഭാഗം ആളുകൾ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാന്നുള്ളത് അത് പിന്നെ സഖാഫിയോട് കാണാത്ത കാഴ്ചകൾ കാണിക്കും റുസ്തമോൾ എന്ന് പറയുന്ന സമൂഹത്തില് അതൊരു വൈകൃതമായ ഒരു പാട്ടായിട്ടാണ് നിലനിൽക്കുന്നത്. അതിവിടെ ആവർത്തിച്ചതെന്ന് മാത്രമല്ല, അതിനു മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പഞ്ചായത്തിൽ വാതിലും ജനലും അടച്ച് പലതും കാണാത്ത കാഴ്ചകൾ കാണിക്കും റുസ്തമോൾ എന്നാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ കേട്ടതാണ്. അത് സമൂഹ മധ്യത്തിൽ പ്രചരിക്കുന്നതുമാണ്. ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ, കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ വരുന്നത് സ്ത്രീകളും കുട്ടികളും, ധാരാളം ആളുകൾ സ്ത്രീകളാണ് വരുന്നത്. ഇന്ന് സ്ത്രീ രംഗത്തും ഒട്ടേറെ സാമൂഹ്യ പരിഷ്കരണം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ രംഗത്തും ഇവിടേക്ക് ഒരു സ്ത്രീ മുന്നേറ്റം നടന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ വളർച്ച ഇത്രമാത്രം സ്ഥാപിതമായത്. 50% സംവരണം കൊണ്ട് മാത്രമല്ല, ഇവിടെ ഒന്ന് സൂചിപ്പിച്ചവരെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം നമ്മുടെ പഞ്ചായത്തിൽ കയറിയിരുന്ന വനിതകൾ എത്രയാ? അതുപോലെ ആശാവർക്കർമാർ, അംഗനവാടി ടീച്ചർമാരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു സമൂഹ മധ്യത്തിൽ പൈക്കിലൂടെ പൊതുജനങ്ങൾ കേൾക്കെ സാമൂഹ്യ അധിക്ഷേപം നടത്തുക എന്നത് ലൈംഗിക ചുവടുള്ള അധിക്ഷേപം എന്നത് പുറത്തുകൂടാനാവാത്ത തെറ്റായിട്ട് നമ്മൾ കാണുന്നു.